ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 15 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ കാത്തുനിന്നവർ. അന്വേഷണം പ്രഖ്യാപിച്ച് റെയിൽവേ, അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രി. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദി മഹോത്സവ് 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് ടെക്സ് പരിപാടിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. കേരളത്തെ നിക്ഷേപ സൌഹൃദമാക്കുന്നതിൽ അടിസ്ഥാന സൌകര്യ വികസനം പ്രധാന പങ്ക് വഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി മോഹൻ ബഗാൻ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 15 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 10 മണിയോടെ സ്റ്റേഷനിലെ 14, 15 പ്ലാറ്റ്ഫോമുകളിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ന്യൂഡൽഹിയിലെ LNJP ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവം അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. റെയിൽവേ മന്ത്രിയുമായും ന്യൂഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുമായും ആശയവിനിമയം നടത്തിയതായും സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂഡൽഹി സ്റ്റേഷനിലെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയെന്നും തിരക്ക് ഒഴിവാക്കാൻ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായും ഉത്തരമേഖല റെയിൽവേ വ്യക്തമാക്കി. അന്വേഷണത്തിനായി 2 അംഗ സമിതിയെയാണ് നിയോഗിച്ചതെന്ന് റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥൻ ദിലീപ് കുമാർ പറഞ്ഞു. कुछ समय के लिए वहां पर यात्रियों की संख्या काफी अधिक हो गई थी और जिसके चलते वहां पर भीड़ अधिक हो गई. कुछ देर के लिए हम लोगों ने एंट्री भी रोकी थी स्टेशन पर और यात्रियों से अनुरोध किया था कि कृपया सर्कुलेटिंग एरिया में रहें ताकि जब गाड़ियों का प्रबंध जैसे जैसे होगा. रेलवे की ओर से 2 सदस्यीय हाई लेवल इंक्वायरी कमेटी का गठन किया गया है जो नई दिल्ली के इस इंसिडेंस की गहनता से जांच करेगी. മഹാകുംഭമേള ഈ മാസം 26-ന് അവസാനിക്കാനിരിക്കെ പ്രത്യേക ട്രെയിനുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആദി മഹോത്സവ് 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഗോത്ര സമൂഹങ്ങളുടെ കരകൌശലം, സംസ്കാരം, ഭക്ഷണം തുടങ്ങിയവ പ്രചരിപ്പിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഭാരത് ടെക്സ് 2025 പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അസംസ്കൃത വസ്തുക്കൾ മുതൽ ഉൽപ്പന്നങ്ങൾ വരെയുള്ള മുഴുവൻ തുണിത്തരങ്ങളുടെയും മൂല്യശൃംഖലയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പരിപാടിയാണ് ഭാരത് ടെക്സ് 2025. വെള്ളിയാഴ്ച ആരംഭിച്ച പരിപാടി നാളെ സമാപിക്കും. ഭാവിയെക്കുറിച്ചുള്ള ആഗോള ചർച്ചകളുടെ കേന്ദ്രത്തിന് പുറമെ ഇന്ത്യ ഇത്തരം സംവാദങ്ങളുടെ നേതൃത്വവും വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വകാര്യ മാധ്യമ സ്ഥാപനം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഗോള വ്യാവസായിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുന്നതിൽ സ്വകാര്യ മേഖല പ്രധാന പങ്കാളിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. दुनिया के बड़े देश हो, दुनिया के बड़े मंच हो, भारत को लेकर जिस विश्वास से भरे हुए हैं ये पहले कभी नहीं था. ये पेरिस में AI एक्शन समिट के दौरान हुए डिस्कशन में भी रिफ्लेक्ट हुआ है. आज भारत ग्लोबल फ्यूचर से जुड़े विमर्श के सेंटर में है और कुछ चीजों में उसे लीड भी कर रहा है. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നോർവീജിയൻ ധനകാര്യമന്ത്രി യാൻ സ്റ്റോൾട്ടൻബർഗുമായി ഇന്നലെ മ്യൂണിക്കിൽ കൂടിക്കാഴ്ച നടത്തി. മാറുന്ന ആഗോള സുരക്ഷാ ഘടനകളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ച് അർജന്റീനയുടെ വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും ഇരുവരും ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെൻമാർക്ക്, റൊമേനിയ, ഓസ്ട്രിയ എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. അദ്ദേഹത്തിന് ഈ മാസം 18-ന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകും. സന്ദർശനത്തിൽ രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സമീപ വർഷങ്ങളിൽ വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തെ നിക്ഷേപ സൌഹൃദമാക്കുന്നതിൽ അടിസ്ഥാന സൌകര്യ വികസനം പ്രധാന പങ്ക് വഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ച് കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന നിക്ഷേപത്തിൽ മുൻനിരയിലെത്തിയത് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിച്ചതോടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു. നാളെ വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം അടക്കമുള്ള വിഷയം ചർച്ചയാകും. പുനരധിവാസ അവലോകനവും യോഗം വിലയിരുത്തും. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പരിഭ്രാന്തി പരത്തി തീപിടുത്തം. ആശുപത്രിയിലെ നഴ്സുമാരുടെ ചേഞ്ചിംഗ് റൂം, മരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിലാണ് പുലർച്ചെ 3 മണിയോടെ തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായ മുറികളിലെ വസ്തുക്കളെല്ലാം കത്തിനശിച്ചു. തീ പെട്ടെന്ന് അണയ്ക്കാൻ കഴിഞ്ഞതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. മുംബൈ ഇന്ത്യൻസിനെ 2 വിക്കറ്റിനാണ് ഡൽഹി പരാജയപ്പെടുത്തിയത്. മുംബൈ ഉയർത്തിയ 165 റൺസ് വിജയലക്ഷ്യം 20ാം ഓവറിലെ അവസാന പന്തിലാണ് ഡൽഹി മറികടന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സുമായി ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം. എതിരില്ലാത്ത 3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയത്. ജയത്തോടെ മോഹൻ ബഗാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. 8ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത കുറവാണ്. ഇന്നത്തെ മത്സരത്തിൽ മുഹമ്മദൻ SC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 7:30-നാണ് മത്സരം. അമേരിക്കയിൽ നിന്ന് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള 2ാമത്തെ വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തി. 116 പേരാണ് ഇന്ത്യയിലെത്തിച്ചത്. തിരിച്ചെത്തിയവരെ സ്വദേശങ്ങളിലേക്ക് അയക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉറപ്പു നൽകി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകളിൽ നിന്ന് യൂറോപ്പിനെ ഒഴിവാക്കുമെന്ന് അമേരിക്ക. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന ആഗോള സുരക്ഷാ സമ്മേളനത്തിൽ റഷ്യ യുക്രൈൻ പ്രശ്നത്തിലെ US-ന്റെ പ്രത്യേക ദൂതൻ കീത്ത് കെലോഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുക്രൈനിന് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്ത് സംഭാവന നൽകാൻ കഴിയുമെന്ന് അമേരിക്ക ആരാഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് കെലോഗിന്റെ പ്രസ്താവന. അതേസമയം സുപ്രധാന സുരക്ഷാ വിഷയങ്ങളിൽ US പിന്തുണ പിൻവലിക്കാനുള്ള സാധ്യത അവഗണിക്കാൻ കഴിയില്ലെന്നും യൂറോപ്പിനായി സായുധ സേന രൂപീകരിക്കണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി മ്യൂണിക്കിൽ സുരക്ഷാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓസ്ട്രിയയിൽ 23-കാരൻ വഴിയാത്രക്കാരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ 14-കാരൻ കൊല്ലപ്പെടുകയും മറ്റ് 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. ഓസ്ട്രിയയിൽ നിയമപരമായി താമസിക്കുന്ന സിറിയൻ പൌരനായ പ്രതിയെ അധികൃതർ കസ്റ്റഡിയിലെടുത്തു. ബെർലിൻ ചലച്ചിത്രമേളയുടെ വേദിയിൽ വേവ്സ് 2025 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാക്കളുമായി സംവദിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘം ചലച്ചിത്ര വ്യവസായ പ്രമുഖരെ വേവ്സ് 2025 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു. കാശി തമിഴ് സംഗമത്തിന്റെ 3ാം പതിപ്പിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഇന്നലെ തുടക്കമായി. പരിപാടിയുടെ ഭാഗമാകണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തമിഴ്നാടും കാശിയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് 10 ദിവസത്തെ സംഗമം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 21, 22 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ 25 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് മന്ത്രി P. രാജീവ്. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിംഗ് പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ പഠനം വിലക്കുമെന്ന് നഴ്സിംഗ് കൌൺസിൽ. കോട്ടയം സ്വദേശികളായ സാമുവൽ ജോൺസൺ, വിവേക്, മലപ്പുറം സ്വദേശികളായ രാഹുൽ രാജ്, റിജിൽജിത്ത്, വയനാട് സ്വദേശി ജീവ എന്നിവരുടെ പഠനത്തിനാണ് വിലക്കേർപ്പെടുത്താൻ തീരുമാനമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 15 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ കാത്തുനിന്നവർ. അന്വേഷണം പ്രഖ്യാപിച്ച് റെയിൽവേ. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദി മഹോത്സവ് 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് ടെക്സ് പരിപാടിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. കേരളത്തെ നിക്ഷേപ സൌഹൃദമാക്കുന്നതിൽ അടിസ്ഥാന സൌകര്യ വികസനം പ്രധാന പങ്ക് വഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി മോഹൻ ബഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.